സിനിമയുടെ പൂജ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ വലിയൊരു ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് പിന്നെയും മൂവീസിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ടെൻഷനും ഉണ്ട്. ബട്ട് ഐ എം റിയലി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. ഷൂട്ട് ഉടനെ എനിക്ക് തുടങ്ങും. പിന്നെ അപ്ഡേറ്റ്സ് ആ വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് കുറേ സംസാരമൊക്കെ നടന്ന് അങ്ങനെ ഡയറക്റ്റ്ലി എങ്ങനെ വന്നതെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ വന്നു, മീറ്റ് ചെയ്തു, കണ്ടു, സംസാരിച്ചു, അങ്ങനെ ഫൈനലി കിട്ടിയതാണ്. അതെ അതെ, അത് വളരെ ഹാപ്പിയായി. കാരണം ഇപ്പം ഞാൻ ഈ മൂവിയുടെ ഒരു ഭാഗമല്ലായിരുന്നെങ്കിലും ഞാൻ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ സാധ്യത ഉള്ളൊരു മൂവിയാണ്. ബിക്കോസ് അവരുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അപ്പോൾ യെസ്, അങ്ങനെ ഒരു മൂവിയുടെ ഭാഗമാവാൻ പറ്റിയതിൽ ഐ എം റിയലി ഹാപ്പി. ഈ മകളുടെ സിനിമയ്ക്ക് ഒരു ബ്ലോഗ് എടുക്കുന്നുണ്ടായല്ലോ, ഒരു ബ്ലോഗ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ മകളുടെ സിനിമയുടെ ഭാഗമായിട്ട്. കേട്ടില്ല. ഞാൻ സാധാരണ എവിടെ പോയാലും ബിറ്റ്സ് ഒക്കെ എടുക്കും. ഈ ബ്ലോഗ് എത്രത്തോളം സ്പെഷ്യലാണ്? ഇത് ഞാൻ ആകെ ഒരു 10 സെക്കൻഡ് എന്തോണം എടുത്തിട്ടുള്ളത്. ഞാൻ നമ്മുടെ ഡെയിലി ലൈഫിൽ പലതും കാണിച്ചു പോകുമ്പോൾ അത് കാണിച്ചു. അഭിനയിക്കാൻ പോകുന്ന ജയറാമേൻ്റെ ഒക്കെ ഒപ്പമാണ്. ആ ഒരു ഇതെങ്ങനെയുണ്ട്? സന്തോഷം. കാളിദാസിന്റെ പേരായിട്ടാണ് എങ്ങനെയാണ്? സ്പെഷ്യലാണ് അത് സന്തോഷമല്ലേ? ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ആസ് ഓഫ് നൗ അങ്ങനെ ഒന്നും ഇല്ല. ഇഷ്ടമുണ്ട്, എല്ലാവർക്കും ഇഷ്ടമുണ്ട് ഒബ്വിയസ്ലി. പക്ഷേ ഇപ്പോൾ അവൾ പഠിക്കുന്നതും കൂടെ കൊണ്ട് ഇപ്പം അങ്ങനെ ഒന്നും നോക്കുന്നില്ല. കോളേജ് കഴിഞ്ഞിട്ട് മേ ബി ഇഫ് ഷീസ് ഇൻട്രസ്റ്റഡ് അവൾ വരുമായിരിക്കും. യെസ്. നിങ്ങൾ പെങ്ങന്മാർ തമ്മിൽ സൗന്ദര്യത്തിന് അടി കൂടാറുണ്ട് എപ്പോഴും? ഇല്ല, സൗന്ദര്യത്തിന് എങ്ങനെ അടി കൂടുന്നത്? അല്ല, എനിക്കാണ് സൗന്ദര്യം. അങ്ങനെയൊന്നുമില്ല. ആളുകൾ പുറത്ത് തമ്മിൽ ഫാൻസ് അസോസിയേഷൻ ആളുകൾ പലതും പറയുമല്ലോ. അത് നല്ലതാണെങ്കിൽ നമ്മൾ വായിച്ചു പോകും, മോശമുള്ള വായിച്ചു പോകും. അങ്ങനെ അതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല. എനിക്കോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല കേട്ടോ. എനിക്കാണ് ഫാൻ ബേസ് കുറവെന്നത് വിശ്വസിക്കുന്ന ഒരാളാണ്. വരുന്നുണ്ടെങ്കിൽ സന്തോഷം. ഞാൻ തോന്നുന്നു ഞാൻ പൊതുവെ 4 പേരിൽ ലെസ് ആക്റ്റീവ് ഞാനാണ് സോഷ്യൽ മീഡിയയിൽ. ഞാൻ അത്ര കമൻസ് ഒന്നും അങ്ങനെ വായിക്കാറുമില്ല. ബട്ട് നല്ല കമൻസ് വരുന്നുണ്ടെങ്കിൽ സോ ഹാപ്പി. താങ്ക് യു. കുറച്ച് ഓഫേഴ്സ് വന്നായിരുന്നു. പക്ഷേ ഞാൻ ആ സമയം കോളേജിലും പഠിക്കുമായിരുന്നു. പിന്നെ ആ മൂവി കഴിഞ്ഞിട്ട് ഞാൻ കോളേജൊക്കെ ഒന്ന് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു നല്ല ഓഫർ വന്നില്ല, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ ഇപ്പോൾ ഫൈനലി ഒരു നല്ല ഓഫർ വന്നപ്പോൾ ഐ ടുക്ക് ഇറ്റ്. പിന്നെ എന്തെങ്കിലും ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് ഐ വാസ് വെയിറ്റിംഗ് ഫോർ എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. അങ്ങനെ വന്നപ്പോൾ ആണ് ഈ മൂവി ചെയ്യുന്നത്. ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ലെറ്റ്സ് സീ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.